ഇങ്ങനെയൊന്ന് ചിക്കൻ വെച്ച് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതാണ് ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ചിക്കനാണ്. ഇതിലേക്ക് നമ്മളൊരു 4 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. ആദ്യമായിട്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ വേപ്പില എന്നൊക്കെ പറയും, അത് രണ്ടും ഒന്ന് തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ നാട്ടിൽ പലർക്കും ഈ മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നു. നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇതിപ്പോൾ 2 കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ഇട്ടത്. ഇപ്പോൾ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് താഴെ ഇട്ടേച്ചാൽ മതി. അത് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു 1 മണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം നമുക്കൊരു ചീനിച്ചട്ടിയിൽ എണ്ണ മൂപ്പിച്ച് ഒരു പാതി കുക്ക് ചെയ്ത് എടുക്കണം. പാതി ഫ്രൈ ചെയ്യണം, അതായത് മുഴുവനായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യില്ല, എങ്കിലൊരു പാതി മുക്കാൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുക. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അധികം വരുന്ന എണ്ണയിൽ കുറച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വറ്റൽ മുളക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 4 സവാള ഇട്ട് കൊടുക്കുന്നു. സവാള നന്നായിട്ട് നീളത്തിലരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് ഈ സവാള ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നീളത്തിൽ കീറിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞ് ചേർക്കുന്നു. ഈ ക്യാപ്സിക്കമാണ് ഇതിൻ്റെ ഒരു മെയിൻ ചേരുവ. ഇതിൻ്റെ ആ രുചിക്ക് ക്യാപ്സിക്കം ഒരു വലിയ ഘടകമാണ്. കാരണം നമ്മളത് അവസാനം കഴിക്കുമ്പം ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, നന്നായിട്ടിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്യാപ്സിക്കം ഇടുക. ഇനി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത്, കാരണം ചിക്കൻ കുറച്ചുള്ളതുകൊണ്ട് ഉപ്പ് നന്നായിട്ട് വേണം. ചിക്കൻ്റെ അളവനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ആദ്യം ചിക്കന് ചേർത്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് ഇവിടെ കുറച്ചാണ് ഇടുന്നത്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമ്മളൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുന്നു. എന്നിട്ടിതും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കണം, കാരണം ഇത് പൊടികളെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത മുളക്, അല്ലെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, നമ്മൾ മുളക് ഉടച്ചത്, അതാണ് ചില്ലി ഫ്ലേക്സ് എന്ന് പറയാറുള്ളത്, അത് ഇട്ട് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ അവസാന ചേരുവകയായ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നു. ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സെമി കുക്ക്ഡ് ചിക്കൻ, അതായത് പാതി ഫ്രൈ ചെയ്ത ചിക്കൻ അതേപോലെ ഇട്ട് കൊടുക്കുന്നു. ചിക്കൻ അങ്ങ് ഫുള്ളായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്യില്ലല്ലോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു അവസാനം
വലുതായിട്ട് ഇതിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം പാതി ആൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നു. ചിക്കൻ ഒരു 5 മിനിറ്റ് ഇതിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് അബിയോടൊന്ന് ചോദിച്ചു നോക്കാം. അബിയാണ് ഇതിൻ്റെ ക്യാമറയും ടേസ്റ്ററും. സൂപ്പർ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.